അദ്ദേഹം ഏത് പശ്ചാത്തലത്തിൽ അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ ഈ കംഫോർട്ടിനനുസരിച്ച് ഖദർ ധരിക്കാറുണ്ട്, അല്ലാതുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ എന്നെ കൂടുതലും കാണുക കളർ ഷർട്ടിലായിരിക്കും. അതെൻ്റെ ഒരു ഒരു ഞാൻ വല്ലാതെ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്, നന്നായി യാത്ര ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പ്രത്യേകിച്ച് വെള്ള ഖദറാണെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനകത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഞാനാണെങ്കിൽ ഈ ഒരു ദിവസം ഈ 2 ഡ്രസ്സ് ഇടാൻ, ഞാൻ ഇലക്ഷൻ ടൈമിൽ മാത്രം അങ്ങനെ ഒരു ദിവസം 2 ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. പിന്നെ അല്ലെങ്കിൽ അത്രയും മോശമാകുമ്പോഴേക്കും. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഡ്രസ്സൊക്കെ ഇടണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഏറ്റവും സൗകര്യം ഈ ജീൻസൊക്കെ ഇടാൻ വലിയ സന്തോഷമുള്ള ആളാണ്. ജീൻസകത്ത് കയറി പിന്നെ വേറെ അതിനെപ്പറ്റി ആലോചിക്കണ്ടല്ലോ. അല്ല, കളറിലും ഉണ്ട്. ഞാൻ പറഞ്ഞത് അത് അവരവരുടെ ഒരു കംഫോർട്ടിൻ്റെയാണ്. ശ്രീ അജയ് തറയിൽ അതായിരിക്കും കംഫോർട്ട്. ഖദർ പിന്നെ ഇടാത്ത ചെറുപ്പക്കാരും മതേതരത്വം അണിയാതിരിക്കില്ല. മതേതരത്വമല്ല ചെറുപ്പക്കാരും അണിയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോ ഖദറിൻ്റേതായ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. ഗാന്ധിയുടെ ഒരു പ്രത്യേകമായ പ്രത്യയശാസ്ത്രമുണ്ട് അതിനകത്തെ. എനിക്ക് ഒരു കൗതുകം തോന്നിയിട്ടുള്ളൊരു പോയിന്റ് ഞാൻ പറയാം. ഈ പിന്നെ ഇപ്പോൾ ഒരു ഗാന്ധി സെൽഫ് റിലയൻസിന് ഉള്ളൊരു മാർഗമായിട്ട് കൂടെ അതുപോലെ തന്നെ നമ്മുടെ സ്വദേശീയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടും സാമ്പത്തിക സ്വയം പര്യാപ്തതയുടെ ഭാഗമായിട്ടുമൊക്കെയാണ് ഖാദിയെ പറ്റി പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞത് ഇപ്പോൾ ഒരു മാർക്കറ്റിംഗും കൂടെ ആയിപ്പോകും. എൻ്റെ ഒരുവിധം എല്ലാ ഷർട്ടും 90% ഷർട്ടും തുന്നുന്നത് പട്ടാമ്പിയുള്ള മുത്തുവാണ്. അപ്പം മുത്തുവിന് പൈസ കൊടുക്കുമ്പോഴും അത് ഇവിടെ തന്നെ ഉണ്ട്, അത് വിദേശമല്ല, സ്വദേശി തന്നെയായിട്ട് നിൽക്കുകയാണ്. 2, അദ്ദേഹം പറഞ്ഞൊരു വലിയ സങ്കല്പങ്ങളിലൊന്ന് ലളിത ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയായിരുന്നു. അപ്പം അത് ലളിത ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അത് നമ്മൾ ഒരു നല്ല ഡിബേറ്റിൽ, ഒരു ആരോഗ്യകരമായ ഡിബേറ്റ് ആണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കണം. അപ്പോൾ അത് ഒരു ഡിബേറ്റബിൾ വിഷയമാണ്. ചർച്ച ചെയ്യുന്നതിനകത്ത് സന്തോഷം. ഖാദിക്കും ഖദറിനും ഒന്നും ഒരു കാലത്തും പ്രാധാന്യം ഇല്ലാതായി പോകില്ല. അതിപ്പോൾ പി ജയരാജനെ ഖാദി ബോർഡ് ചെയർമാനാക്കിയതിൻ്റെ പേരിലും അതിൻ്റെ പ്രാധാന്യം ഇല്ലാതായി പോകുന്നില്ല. ഗാന്ധിക്കും ഖദറിനും ഖാദിക്കുമൊക്കെ നല്ല പ്രാധാന്യം തന്നെയുണ്ട്.